പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. മാനത്തേക്കാർ മേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുമേശുവുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുമേശുവുണ്ടതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം.
പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വെറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. ആരും ഏശാവിനെ പോലെ ആകരുത്. ഏശാവിനെ പോലെ അഭക്തനാകാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. ആരും ഏശാവിനെ പോലെ അഭക്തനായി തീരാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. ഏശാവ് ഭക്തിയില്ലാത്തവനായിരുന്നു. ഏശാവ് അഭക്തനായിരുന്നു. ഏശാവ് ദൈവ ഭയമില്ലാത്തവനായിരുന്നു. ഏശാവ് ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുന്നവനായിരുന്നില്ല. ഏശാവ് ദൈവത്തെ മുൻനിർത്തുന്നവനായിരുന്നില്ല. ദൈവം കൊടുത്ത പദവിയെ ഏശാവ് കൈവശം വെച്ചിരുന്നില്ല. ദൈവം കൊടുത്ത പദവിയിൽ ഏശാവ് മാന്യത കൽപ്പിച്ചിരുന്നില്ല. ജ്യേഷ്ഠാവകാശം ഏശാവിനുണ്ടായിരുന്നു. ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കിക്കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ചു പാനം ചെയ്ത് എഴുന്നേറ്റുപോയി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കിക്കളഞ്ഞു. ഒരവകാശം അവനുണ്ടായിരുന്നു. ജ്യേഷ്ഠാവകാശം അവനുണ്ടായിരുന്നു. അവൻ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കിക്കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിൽ 25-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും ഏശാവിൻ്റെ ചരിത്രം നാം വായിക്കുന്നുണ്ട്. ഏശാവിന് പറ്റിയ അപകടം നാം വായിക്കുന്നുണ്ട്. ഏശാവിന് പറ്റിയ വീഴ്ച നാം വായിക്കുന്നുണ്ട്. ഏശാവിന് വന്ന കെടുതി നാം വായിക്കുന്നുണ്ട്. എന്നാൽ അത് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അത് എടുത്തു പറയുകയാണ്. ഏശാവിനെപ്പോൾ നിങ്ങളാരും അഭക്തരായി തീരരുത്. ആരും ദൈവകൃപ വിട്ട് പിന്മാറിപ്പോകരുത്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ് ഏശാവിനെ പോലെ ആരും അഭക്തനായി തീരരുത്. അതിനെ നിങ്ങൾ കരുതിക്കൊള്ളുവീരെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം കൃപയാൽ ഒരു അവകാശം തന്നിട്ടുണ്ട്. നല്ലൊരവകാശം. എന്താണ് നമുക്ക് നല്ലൊരവകാശം? 16-ാമത്തെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. 16-ാം സങ്കീർത്തനത്തിൽ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. അളവു നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണ്ടിരിക്കുന്നു. എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. വായിക്കാം. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം ബുദ്ധി ഉപദേശം തന്നിരിക്കുന്നു. നമുക്ക് നല്ലൊരു അവകാശം തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയമക്കളാകുവാനുള്ള അവകാശം തന്നിരിക്കുന്നു. ദൈവഭവനത്തിൽ ജനിക്കാത്ത നമ്മെ ദൈവഭവനത്തിലേക്ക് ദത്ത് ചേർത്തിരിക്കുന്നു, ദത്തെടുത്തിരിക്കുന്നു. അന്യൻ്റെ ഭവനത്തിൽ പിറന്നവരായ നമ്മെ സ്വന്തം ഭവനത്തിലേക്ക് ദൈവം ദത്തെടുത്ത് ചേർത്തിരിക്കുന്നു. നാം അന്യനായ പൈശാചിക ശക്തിക്ക് അടിമപ്പെട്ടിരുന്ന നമ്മെ കരുണയുള്ള കർത്താവ് കൃപയാൽ തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് തൻ്റെ സ്വത്തിന് അവകാശികളാക്കി മാറ്റിയിരിക്കുന്നു. സ്വർഗത്തിൻ്റെ അവകാശം തന്നിരിക്കുന്നു. നാം വിലയുള്ളവരായതുകൊണ്ടല്ല, നാം ബലവാന്മാരായതുകൊണ്ടല്ല, നാം ജ്ഞാനികളായതുകൊണ്ടല്ല, നാം കുലീനന്മാരായതുകൊണ്ടല്ല. 1-ാമത്തെ കൊരിന്ത്യർ ലേഖനത്തിൽ അവസാന ഖണ്ഡികയിൽ അപ്പോസ്തലൻ പറയും, ബലവാന്മാരേറെയില്ല, ജ്ഞാനികളും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ജീവനുള്ള ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ദൈവം നമ്മെ ദത്തെടുത്തു. ദൈവം തൻ്റെ മക്കളാക്കി നമ്മെ തീർത്തു. തൻ്റെ പുത്രൻ്റെ രക്തത്താൽ നമ്മെ അവൻ സ്വീകരിച്ചു. നിത്യനായ ദൈവം സ്വർഗത്തിൻ്റെ അവകാശം നമുക്ക് തന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കേവലം പ്രസംഗത്തിൻ്റെ വാക്കുകളിൽ മാത്രം തങ്ങിയാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഭവമായി തീരണം. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക,
യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. മക്കളെങ്കിലോ നാം അവകാശികളുമാകുന്നു. മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളാകുന്നു, ക്രിസ്തുവിന് കൂട്ടവകാശികളുമാകുന്നു. റോമക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ ഇത് വായിക്കും. മക്കളെങ്കിലോ നാം അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളായിത്തീരുന്നു, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായിത്തീരുന്നു. സ്വർഗത്തിൻ്റെ അവകാശം നമുക്ക് ലഭിക്കുന്നു, ജ്യേഷ്ഠാവകാശം നമുക്ക് സിദ്ധിക്കുന്നു, മറ്റാരേക്കാൾ കൂടുതൽ ഇരട്ടി അവകാശം നമുക്ക് ലഭിക്കുന്നു. ആവർത്തന പുസ്തകത്തിൽ വ്യക്തമായി അക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 21-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വായിക്കാം. തനിക്കുള്ള സകലത്തിലും 2 പങ്ക് അനിഷ്ടയുടെ മകന് കൊടുത്ത് അവനെ ആദ്യജാതനെന്ന് സ്വീകരിക്കണം. ആദ്യജാതൻ സ്വീകരിക്കുന്നവന് 2 പങ്ക് ലഭിക്കുകയാണ്. അവന് വ്യക്തിപരമായി യോഗ്യതയുള്ളവനല്ല, അനിഷ്ടയുടെ മകനാണ്. പക്ഷേ അവന് 2 പങ്ക് ലഭിക്കുകയാണ് ആദ്യജാതൻ എന്നുള്ള നിലയ്ക്ക്. ആദ്യജാതനെന്ന് കൈക്കൊള്ളുന്നു, ആദ്യജാതനെന്ന് സ്വീകരിക്കുന്നു. ആദ്യജാതന് 2 പങ്ക് കൊടുക്കണം. അന്ന് മോശയിക ന്യായപ്രമാണത്തിൽ കൂടി കിട്ടിയ കൽപ്പനയാണ്. ഒന്നുകൂടി വായിച്ച് കേൾക്കാം. തനിക്കുള്ള സകലത്തിലും 2 പങ്ക് അനിഷ്ടയുടെ മകന് കൊടുത്ത് അവനെ ആദ്യജാതനെന്ന് സ്വീകരിക്കണം. ആദ്യജാതൻ സ്വീകരിക്കണം, 2 പങ്ക് കൊടുക്കണം. 1 ദിനവൃത്താന്തം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ അവിടെ കാണാം. രൂബേന് ആദ്യജാതനാണെങ്കിലും രൂബേന് ആദ്യജാതൻ്റെ പദവി കിട്ടിയില്ല. ആദ്യജാതൻ്റെ പദവി കിട്ടുന്നത് യൗസേപ്പിനാണ്. രൂബേന് ആദ്യജാതൻ്റെ പദവി കിട്ടിയില്ല. എന്താണ് കാരണം? രൂബേന് വാസ്തവത്തിൽ പദവി കിട്ടേണ്ടതാണ്. പക്ഷേ അവൻ ഒരു വലിയൊരു മഹാപാപം ചെയ്തു പോയി. അവൻ്റെ ജീവിതത്തിൽ അശുദ്ധി സംഭവിച്ചു പോയി. അവൻ അവകാശം ഉണ്ടായിരുന്നു, അവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവന് കിട്ടിയ അവകാശം അവൻ നഷ്ടപ്പെടുത്താൻ കാരണം പാപമാണ്. അശുദ്ധിക്ക് അവൻ ഇടം കൊടുത്തു. ആദ്യജാതനാണ്, പക്ഷെ അശുദ്ധിക്ക് ഇടം കൊടുത്തതുകൊണ്ട് അവന് ആദ്യജാതൻ്റെ പദവി കിട്ടിയില്ല. 1 ദിനവൃത്താന്തം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ, അവനല്ലോ ആദ്യജാതൻ, രൂബേനല്ലോ ആദ്യജാതൻ. എങ്കിലും അവൻ തൻ്റെ പിതാവിൻ്റെ ശയ്യയെ അശുദ്ധമാക്കിയതുകൊണ്ട്, പിതാവിൻ്റെ ശയ്യയെ അശുദ്ധമാക്കിയതുകൊണ്ട് അവൻ്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിന്റെ മകനായ യോസേഫിന്റെ പുത്രന്മാർക്ക് ലഭിച്ചു. രൂബേൻ്റെ മക്കൾക്ക് കിട്ടേണ്ട ജ്യേഷ്ഠാവകാശം യോസേഫിൻ്റെ മക്കൾക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന അവകാശം അത് അന്യന് പോകാനിട വരരുത്, വേറൊരാളിലേക്ക് പോകാനിട വരരുത്. ദൈവത്തിൻ്റെ മക്കളായി ദൈവം നമ്മെ സ്വീകരിച്ചു. ദൈവത്തിൻ്റെ മക്കളായി ദൈവം നമ്മെ മുദ്രയിട്ടു. ദൈവത്തിൻ്റെ മക്കളായി പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമുക്ക് തന്നു. വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടു. നമുക്ക് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ അച്ചാരമായി തന്നു. ഏണസ്റ്റ് മണിയായി പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. നമുക്ക് അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. മുൻകൂട്ടി പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. നാം ക്രിസ്തുവിനെ കൈക്കൊണ്ടപ്പോൾ, ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ, ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ ആശ്രയിച്ചപ്പോൾ, ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ നാം ശരണപ്പെട്ടപ്പോൾ, ക്രിസ്തുവിൻ്റെ അവകാശത്തിന് നാം പങ്കാളികളായി തീർന്നു. സ്വർഗീയ പിതാവിൻ്റെ സ്വത്തിന് നാം അവകാശികളായി തീർന്നു. സ്വർഗത്തിൻ്റെ അവകാശം നമുക്ക് ലഭിച്ചു. ഇത് വിശ്വാസത്താൽ നാം അനുഭവിക്കേണ്ടതാണ്, വിശ്വാസത്താൽ നാം പ്രാപിക്കേണ്ടതാണ്. ഇത് വായിക്കുന്നത് എന്താണ്? നാം അവകാശികളാണ്, നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോഴും, കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോഴും അവിടെ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരത്തെക്കുറിച്ച് കാണാം. ഇന്ന് നമുക്ക് ഈ ഭൂമിയിലിരിക്കുമ്പോൾ അച്ചാരം തന്നിരിക്കുകയാണ്. ഇനി ഈ വിനിമയത്തിൻ്റെ, ഈ ക്രയവിക്രയത്തിൻ്റെ എന്നെ ഞാൻ ദൈവത്തിന് കൊടുത്തു, അതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ എനിക്ക് തന്നു, അങ്ങനെ എന്നെ അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതിൻ്റെ അച്ചാരമായി ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണ്ടി അവൻ അച്ചാരമായി, ഏണസ്മണിയായി അച്ചാരമായി തന്നിരിക്കുകയാണ്. വായിക്കാം. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്, മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ, നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇപ്പോഴൊരു വാഗ്ദത്തം ലഭിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം, അതിൻ്റെ അച്ചാരമായി ഇപ്പോൾ ഒരു മുദ്ര കിട്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര കിട്ടിയിരിക്കുന്നു. ഫോർ ടേസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുൻകൂർ രുചി കിട്ടിയിരിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഒരു മധുരം നിങ്ങൾക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തരളിതമാകുന്നത് എന്തുകൊണ്ടാണ്? ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ കണ്ണുനീർ ഉറന്നുകൂടുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നിങ്ങളുടെ വേദപുസ്തകത്തിൽ കണ്ണുനീർത്തുള്ളികൾ വീഴുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഹൃദയം ലയിച്ച് നിങ്ങൾ സ്തുതിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വചനത്തോടൊരു മധുരം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫോർ ടേസ്റ്റാണ്, ഒരു മുൻകൂറായിട്ടുള്ള രുചിയാണ്. ഫോർ ടേസ്റ്റ് ഓഫ് ഹെവൻ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. സ്വർഗത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഒരു ഫോർ ടേസ്റ്റ് നമുക്ക് തരികയാണ്, ഒരു മുൻകൂട്ടി രുചി തരികയാണ്. അച്ചാരമായി പരിശുദ്ധാത്മാവിന് മുദ്ര തരികയാണ്. 2 കൊരിന്ത്യർ 1:23 അവൻ നമ്മെ മുദ്രയിട്ടും ദൈവം നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു. അവകാശം അതിമനോഹരമാണ്, സ്വർഗീയമായ അവകാശമാണ്. സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദയവായി ഒന്ന് ചിന്തിക്കുമോ? നിങ്ങൾക്ക് ഈ അവകാശം ലഭിച്ചുവോ? ഈ അവകാശം നിങ്ങൾ സ്വായത്തമാക്കിയോ? ദൈവത്തിൻ്റെ മകൻ എന്നുള്ള അവകാശം, ദൈവത്തിൻ്റെ മകൾ എന്നുള്ള അവകാശം, മക്കൾക്കുള്ള സ്വത്തിൻ്റെ അവകാശം, അപ്പൻ്റെ സ്വത്തിൻ്റെ അവകാശം, സ്വർഗത്തിലെ അപ്പൻ്റെ സ്വത്തിൻ്റെ അവകാശം. സ്വർഗത്തിലെ അപ്പൻ്റെ സ്വത്ത് എന്താണ്? നിത്യനായ ദൈവത്തിൻ്റെ സ്വത്ത് എന്താണ്? അത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. ദൈവത്തിൻ്റെ സ്വത്ത് എന്താണ്? അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്വത്ത് എന്താണ്? അത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ദൈവത്തിൻ്റെ സ്വത്ത് എന്താണ്? ദൈവത്തിലുള്ള പ്രത്യാശയാണ്. ദൈവത്തിൻ്റെ സ്വത്ത് എന്താണ്? അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ യേശുവിനെ നിങ്ങൾ ലഭിച്ചുവോ? ദൈവത്തിൻ്റെ സ്വത്ത് നിങ്ങൾ കിട്ടിയോ? സ്വർഗത്തിൻ്റെ സമ്പത്ത് നിങ്ങൾക്ക് സ്വന്തമായോ? ദൈവത്തിൻ്റെ സ്തോത്രം. സ്വർഗത്തിൻ്റെ സ്വത്തായ കർത്താവായ യേശുവിനെ, നിത്യനായ പിതാവിൻ്റെ നിത്യനായ പുത്രനെ നമ്മുടെ നാഥനായി നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞുവോ? യേശു ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടോ? സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവിടെ അന്ധകാരത്തിന് ഇടമില്ല, അവിടെ പാപത്തിന് ഇടമില്ല, അവിടെ വൈരുദ്ധ്യത്തിന് ഇടമില്ല, അവിടെ വഴക്കിന് ഇടമില്ല, അവിടെ നീരസത്തിന് ഇടമില്ല, അവിടെ കയ്പിനും കലഹത്തിനും, അവിടെ ഇഷ്ടക്കുറവിനും മുഷിച്ചിലിനും ഇടമില്ല, അവിടെ അഹങ്കാരത്തിന് ഇടമില്ല, അവിടെ കോപത്തിനും ദ്രവ്യാഗ്രഹത്തിന് ഇടമില്ല. നിങ്ങൾ ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, അവിടെ അശുദ്ധിക്കും ഏറ്റവും ഹീനമായ മ്ലേച്ഛ ചിന്തകൾക്കും ഇടമില്ല. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പാപം വാഴുന്നുവെങ്കിൽ യേശുവിന് ഇടമില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുവീൻ. യേശുവിന് ഇടമില്ല. യേശു നമ്മുടെ ഹൃദയത്തിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അന്ന് പറഞ്ഞു, ആകാശത്തിലെ പറവയ്ക്ക് കൂടുണ്ട്, കുറുനരിക്ക് കുഴിയുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിന് ഇടമില്ല. ആകാശത്തിലെ പറവജാതിക്ക് കൂടുണ്ട്. ആകാശത്തിലെ പറവജാതി പൈശാചിക ശക്തിയെ കാണിക്കുന്നു, ദുരാത്മാക്കളെ കാണിക്കുന്നു. ദുരാത്മാക്കൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടമുണ്ട്. അവിടെ കോപമുണ്ട്, അവിടെ വഴക്കുണ്ട്, അവിടെ മുൻവിധിയുണ്ട്, അവിടെ മുൻ ധാരണകളുണ്ട്, അവിടെ പിണക്കമുണ്ട്, അവിടെ അമർഷമുണ്ട്, അവിടെ നീരസമുണ്ട്, അവിടെ കയ്പുണ്ട്, അവിടെ സ്വാർത്ഥതയുണ്ട്, അവിടെ ദ്രവ്യാഗ്രഹമുണ്ട്. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, എന്തെല്ലാമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്? പറവജാതി വസിക്കുന്നത് ഏതെല്ലാമാണ്? ആ പറവജാതി കൂടുകൂട്ടിരിക്കുന്നത് എവിടെയെല്ലാമാണ്? ധിക്കാര മനോഭാവം നിങ്ങൾക്കുണ്ടോ? ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുന്നുണ്ടോ, കരുതുന്നുണ്ടോ? ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ, കരുതുന്നുണ്ടോ? ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുന്നുണ്ടോ? അതോ നിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യാനുള്ള ഒരു വേലക്കാരിയോ അടിമയോ ആയിട്ടാണോ നീ ഭാര്യയെ കാണുന്നത്? ദൈവവൈദ്യരെ, നീ ചിന്തിക്കൂ. നിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. നിൻ്റെ ജീവിതത്തിൽ എവിടെയെല്ലാമാണ് പാപം ഒളിച്ചിരിക്കുന്നത്? ഈ ദുഷ്ട പറവജാതി ഒളിച്ചിരിക്കുന്നത് എവിടെയെല്ലാമാണ്? സാത്താൻ കൂടുകൂട്ടിരിക്കുന്നത് എവിടെയെല്ലാമാണ്? പറവജാതിൻ്റെ ഹൃദയത്തിൽ കൂടുകൂട്ടിരിക്കുന്ന നീ കാണുന്നുണ്ടോ? ദൈവവൈദ്യരെ, നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുണ്ടോ? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നുണ്ടോ? അപ്പനെയും അമ്മയും അനുസരിക്കുന്നുണ്ടോ? നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോട്ടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാവുന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നെന്ന് വേദപുസ്തകം പറയുന്നു. വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പന, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഇന്ന് അനേകം ചെറുപ്പക്കാർ ഫാഷനായിരിക്കുകയാണ്. മാതാപിതാക്കളെക്കാൾ വിദ്യാഭ്യാസം കൂടുതൽ കിട്ടി, മാതാപിതാക്കളെക്കാൾ കഴിവുണ്ട്, കരുത്തുണ്ട്, ശക്തിയുണ്ട്. അവരിന്ന് അഹങ്കാരികളായി മാറിയിരിക്കുന്നു, അവർ മദ്യപന്മാരായി മാറിയിരിക്കുന്നു, അവർ താന്തോന്നികളായി മാറിയിരിക്കുന്നു, അവർ ജീവിതം ഉഴപ്പിക്കളയുന്നു, അവരുടെ ജീവിതം താറുമാറാക്കുന്നെന്ന് അവർക്ക് മാതാപിതാക്കൾ ഉപദേശിച്ചു കൊടുത്താൽ അവർക്ക് സ്വീകരിപ്പാൻ മനസ്സില്ലാതെ പോകുന്നു. ദൈവവൈതലേ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ചിന്തിക്കൂ, പിശാചിനെവിടെയെല്ലാമാണ് ഇടം കൊടുത്തിരിക്കുന്നത്? സാത്താന് ഏതിലെല്ലാമാണ് ഇടം കൊടുത്തിരിക്കുന്നത്? ആകാശത്തിലെ പറവയ്ക്ക് കൂടുണ്ട്, കുറുനരിക്ക് കുഴിയുണ്ട്, സൂത്രങ്ങളുണ്ട്, കൗശലങ്ങളുണ്ട്. കുറുനരി സൂത്രക്കാരനല്ലേ? കുറുക്കൻ അവൻ മഹാബുദ്ധിമാനല്ലേ? അവൻ സൂത്രശാലിയല്ലേ? അവൻ വഞ്ചകനല്ലേ? അവൻ ചതിയനല്ലേ? ആരെയെല്ലാം കെണിയിൽപ്പെടുത്തും. കുറുനരിക്ക് കുഴിയുണ്ട്, കെണി വയ്ക്കുന്നവർ, അനേകരെ കുഴിയിൽ വീഴിക്കുന്നവർ, അനേകരെ അപകടത്തിൽ ചാടിക്കുന്നവർ, സൂത്രവും കൗശലവും പ്രയോഗിക്കുന്നവർ, ഉപായം പ്രയോഗിക്കുന്നവർ, ഇതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യപുത്രന് തലയായിപ്പാൻ ഇടമില്ല, യേശുവിന് തലയായ്പാൻ ഇടമില്ല.
ദൈവത്തിന് സ്തോത്രം. എനിക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവകാശം നിങ്ങൾ സ്വന്തമാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കണം. എൻ്റെ കർത്താവിന് സ്തോത്രം. പുറമേ മുദ്ര ഒന്ന് പുറമേ കാണുന്നതല്ല, ഇത് ആത്മാവിൻ്റെ മുദ്രയാണ്. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അത് വലിയൊരു ശ്രേഷ്ഠമായ അനുഭവമാണ്. നിങ്ങളുടെ ആത്മാവിന് ഈ മുദ്രയുണ്ടോ? യേശുവിൻ്റെ അടയാളം. ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നുവെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. ക്രിസ്തുവിൻ്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്ന അവൻ്റെ അടിമയാണ് എന്നുള്ള ചൂടടയാളം ശരീരത്തിൽ വഹിക്കുന്നു. ആദിമകാലത്ത് അടിമകളുടെ മേൽ ചൂടടയാളം വെച്ചിരുന്നു. അടിമകളുടെ മേൽ ചൂടടയാളം വെച്ചിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കന്നുകാലി വയലിലേക്ക് കൊണ്ടുപോകുന്ന കാളകൾ ചിലത് അതിൻ്റെ തുടയിൽ ഈ ഇരുമ്പ് ഒഴിപ്പിച്ച് വെച്ച അടയാളം കാണും. എന്താണത്? ഇന്ന കൂട്ടത്തിൽപ്പെട്ടതാണെന്നുള്ളതിൻ്റെ അടയാളമാണ്. അടയാളം ഇട്ട് കൊണ്ടുവരികയാണ്, വിൽക്കാൻ കൊണ്ടുവരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ അടിമയാകും മനുഷ്യൻ, ഈ മനുഷ്യന് ഒരു ചൂടടയാളമുണ്ട്. പുറമേ അടയാളം കാണുകയില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ്. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഈ അടയാളം പ്രാപിക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മുദ്ര പ്രാപിക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ ഈ മുദ്രയില്ലെങ്കിൽ, മരണത്തിൻ്റെ യോർദാൻ കടന്ന് അക്കരെ ചെല്ലുമ്പോൾ ഈ മുദ്രയില്ലെങ്കിൽ പോകുവീൻ, നിന്നെ അറിയുന്നില്ല എന്നുള്ള ഘോര ശബ്ദം കേൾക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും യാദൃച്ഛികമായ കാര്യങ്ങളല്ല, ഇതൊന്നും ഊഹാപോഹങ്ങളല്ല. കരുണയുള്ള കർത്താവിൻ്റെ തിരുമുഖത്ത് നിന്ന്, സ്നേഹവാനായ ക്രിസ്തുവിൻ്റെ തിരുമുഖത്ത് നിന്ന് ഈ ഘോര ശബ്ദം നാം കേൾക്കേണ്ടി വരും. പോകുവീൻ, നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള കഠോര ശബ്ദം കേൾക്കേണ്ടി വരും. അന്ന് നിങ്ങൾ വന്ന് പറയും, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവൃത്തികളെ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് വന്ന് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നെ വിട്ടുപോകുവീൻ, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവരോട് തീർത്ത് പറയും. എത്ര ഗൗരവമാണ് കർത്താവ് പറഞ്ഞത്! ആദ്യത്തെ പ്രസംഗത്തിലാണ് കർത്താവ് ഇത് പറഞ്ഞത്. മലപ്രസംഗത്തിലാണ് പറഞ്ഞത്. അധർമ്മം നിങ്ങളിൽ നിന്ന് മാറിയില്ല. നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രവചിച്ചു, ശരിയാണ്. ആ പാപം വിട്ടില്ല. നിങ്ങൾ എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തികൾ ചെയ്തു, ശരിയാണ്. നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രോഗികൾക്ക് രോഗസൗഖ്യം കിട്ടുകയും ചെയ്തു, ശരിയാണ്. നിങ്ങൾ ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി, ശരിയാണ്. അത്ഭുതങ്ങൾ നടന്നു, ഞാൻ പല വീര്യപ്രവൃത്തികൾ നടന്നു. പക്ഷേ അധർമ്മം മാറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. എൻ്റെ കർത്താവിന് സ്തോത്രം. പിതാക്കന്മാർ ഇത് അറിഞ്ഞതുകൊണ്ടാണ് അവർ പാടിയത്. പരിശുദ്ധന്മാർക്കായി കാക്കപ്പെടും ഉദ്യാനം പൂകായുവാൻ എന്നെ, എൻ്റെ കർത്താവേ, എൻ്റെ പാപം വേലി പോലെ തടുത്തു നിൽക്കുന്നു, പാപം വേലി പോലെ രോധിക്കുന്നു എന്ന്. എൻ്റെ കർത്താവേ, ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു. ഉറങ്ങുന്നതിന് മുൻപായിട്ട് പ്രാർത്ഥിക്കുന്ന സൂത്താർ നമസ്കാരത്തിൽ പിതാക്കന്മാർ പ്രാർത്ഥിച്ചിരുന്നു, പരിശുദ്ധന്മാർക്കായി കാക്കപ്പെടും ഉദ്യാനം പൂകായുവാൻ. പരിശുദ്ധന്മാർക്ക് വേണ്ടി കാത്തിരിക്കുന്നതായ സ്വർഗീയോദ്യാനത്തിലേക്ക്, സ്വർഗീയ പ്രതീസായിലേക്ക് ഞാൻ പ്രവേശിക്കാതിരിക്കാൻ എൻ്റെ പാപം വേലി പോലെ രോധിക്കുന്നു. എൻ പാപം ഓർത്ത് എനിക്ക് ഉണ്ട് ഭയം, നാഥ നാഥ എനിക്ക് ഭയമുണ്ടെന്നാണ് കേന്ദ്ര നമസ്കാരത്തിൽ പാടുന്നത്. അത് ശ്രീ നമസ്കാരത്തിൽ ഇങ്ങനെ പാടും, ഞാൻ അഞ്ചുന്നൻ പാപത്താൽ ശുദ്ധർക്കേകും മോരപ്പൂങ്കാവിൽ വേലിക്കൊത്തെന്നെ നാഥ എൻ പാപം രോധിക്കല്ലേ, രക്ഷിച്ചെന്നെ നരകത്തിൽ ലേകുകവാസം തിരുഹിതമാസ്ഥാനേ. എൻ്റെ കർത്താവേ, ഞാൻ ഭയന്നു പോകുന്നെന്നാണ്. ഇന്ന് ഇവിടെ വെച്ച് മുദ്ര കിട്ടിയില്ലെങ്കിൽ അന്ന് പരിശുദ്ധന്മാർക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്വർഗീയോദ്യാനത്തിലേക്ക് പ്രവേശനം കിട്ടുകയില്ല. ഞാൻ അഞ്ചുന്നേൻ, ഞാൻ പരിഭ്രമിച്ചു പോകുന്നേ, ഞാൻ അമ്പരന്ന് പോകുന്നേ, ഞാൻ ഭയന്നു പോകുന്നേ, ഞാൻ അഞ്ചുന്നു. എൻ പാപത്താൽ ശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഉദ്യാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കാതിരിക്കാൻ വേലി പോലെ തടുത്തു നിൽക്കുന്ന പാപം എനിക്ക് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ട് ഞാൻ പേടിച്ചു പോകുന്നു. കർത്താവേ, നീ എന്നെ രക്ഷിക്കണമേ, എന്നെ വിടുവിക്കണമേ, എനിക്ക് പാപമോചനം തരണമേ, എൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു തരണമേ, എൻ്റെ മേൽ നിൻ്റെ തിരുരക്തത്തിൻ്റെ മുദ്ര അണിയിച്ചു തരണമേ, തിരുരക്തത്താലുള്ള വീണ്ടെടുപ്പ് എനിക്ക് തരണമേ. അങ്ങനെ കർത്താവേ, നിനക്ക് തിരുഹിതമായ സ്ഥാനത്ത് എത്തിച്ചേരാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ എന്നാണ് പൂർവ്വപിതാക്കന്മാർ പ്രാർത്ഥിച്ചത്, നാം ചൊല്ലുന്നുണ്ട്. ഞാൻ അഞ്ചുന്നൻ പാപത്താൽ ശുദ്ധർക്കേകും
സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ അവകാശം നമുക്ക് നഷ്ടപ്പെടുത്തരുത്. നമുക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു, ജ്യേഷ്ഠാവകാശം. ഇന്ന് നമുക്ക് ശാന്തമായിട്ട് നമ്മിലേക്കൊന്ന് നോക്കാം. എൻ്റെ മേൽ കർത്താവെ നിൻ്റെ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നുണ്ടോ? യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ വാഴുന്നുണ്ടോ? മറ്റെല്ലാം നമുക്ക് മറക്കാം, മറ്റെല്ലാം മറക്കാം. നമ്മുടെ അടുത്തിരിക്കുന്നവരെയും നമുക്ക് മറക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്ക് തൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റാം. ഞാനും എൻ്റെ യേശുവും, യേശു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? കുരിശിൽ തല ചായ്ച്ചവൻ എൻ്റെ മാറിൽ തല ചായ്ക്കുന്നുണ്ടോ? കുരിശിൽ മരിച്ചവൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടി രക്തം ചിന്തി ജീവൻ വെടിഞ്ഞവൻ എൻ്റെ മാറിൽ വസിക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ യേശു വാഴുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയം ഞാൻ ഒരുക്കിയോ? എൻ്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? ഇന്ന് അവിടെ എന്തെല്ലാമാണ് തടസ്സമായി നിൽക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് ശാന്തമായിട്ടൊന്ന് കണ്ടുപിടിക്കാം. നമുക്ക് നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയാം. നമുക്ക് പാവത്തോട് യാത്ര പറയാം. എൻ്റെ സ്നേഹിതരെ, സൗഭാഗ്യ ജീവിതം നമുക്ക് തുടങ്ങാം, സമാധാന ജീവിതം നമുക്ക് തുടങ്ങാം, സന്തോഷ ജീവിതം നമുക്ക് ആരംഭിക്കാം. നമുക്ക് ഈ സ്വർഗീയ സൗഭാഗ്യം ഇവിടെ വെച്ച് തന്നെ കരഗതമാക്കാം. കർത്താവിനെ എതിരേൽപ്പാൻ നമുക്കൊന്ന് ഒരുങ്ങാം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധന്മാരെ ചേർക്കാനോടൊന്ന് വരുമ്പോൾ ഇവിടെ കയറി വരൂ എന്നുള്ള ശബ്ദം കേട്ടുകൊണ്ട് ആകാശമേഘങ്ങളിൽ പറന്നുയരാൻ നമുക്ക് സാധിക്കേണ്ടതിന് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് തന്നെ കൊടുത്തുകൊണ്ട് നമുക്കിങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് ഞങ്ങളുടെ പൊന്നേശുവേ, ഞങ്ങൾക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തി ഞങ്ങളുടെ കരുണയുള്ള കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും തലോടണമേ. വചനം കേട്ട് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഇതിൻ്റെ പരിശുദ്ധാത്മാവ് പകർന്നു നൽകണമേ കർത്താവേ. എല്ലാവരെയും തിരുമുദ്ര അണിയിക്കണമേ കർത്താവേ. തിരുരക്തത്തിൻ്റെ മുദ്രയുള്ളവരായി എഴുന്നേൽപ്പാനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകണമേ കർത്താവേ. കഴിഞ്ഞകാല പാപങ്ങളോട് യാത്ര പറഞ്ഞുള്ള പുതിയ ജീവിതത്തിലുള്ളതായി സൗഭാഗ്യം എല്ലാവർക്കും നൽകണമേ. എൻ്റെ നാഥ, അതിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ